അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ റെസിപ്പി എന്നൊന്നും ഇല്ല, ചെറിയൊരു അവൽ വെച്ചിട്ട് നമ്മൾ ചെറിയൊരു സ്നാക്സും വൈകുന്നേരത്തെ ഒരു ചായക്കാരൻ ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായത് എന്താണെന്ന് വെച്ചാൽ അവൽ, പിന്നെ ഒരു മീഡിയം സൈസ് ഉള്ളി, 3 കോഴിമുട്ട, പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് പച്ചക്കറിയൊക്കെ വേണമെങ്കിൽ അതൊക്കെ അരിഞ്ഞിടും കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതിലുണ്ടാക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നത്. നെയ്യിൽ വേണമെങ്കിൽ നെയ്യിൽ ഉണ്ടാക്കാം, എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. മക്കൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല നെയ്യിൽ അർക്കേജിലൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. വൈകുന്നേരം മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒക്കെ പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ദിവസവും നമ്മൾ ഉണ്ടാക്കുന്നത് അവൽ തേങ്ങയും ശർക്കര ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എന്ന് എരിവിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം കേട്ടോ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും തീർച്ചയായും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉള്ളിയൊക്കെ വാട്ടിയിട്ടുണ്ട്. ഉള്ളി വാട്ടി നല്ലോണം ബ്രൗൺ കളറായ, അധികം ബ്രൗൺ കളറൊന്നും ആവണ്ട, കുറച്ചൊരു ബ്രൗൺ കളർ ആയതിന് ശേഷം നമ്മൾ അവിലിട്ടിട്ടുണ്ട് കേട്ടോ. അവിലും ഇട്ടിട്ട് നല്ലോണം ഇളക്കുക. ഉള്ളിയും അവിലും നല്ലപോലെ മിക്സ് ആക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടോ ഇളക്കി കഴിഞ്ഞാൽ 3 കോഴിമുട്ട അതിലേക്ക് പോരാൻ നടുവിൽ കുറച്ചൊരു സ്ഥലം ഇങ്ങനെ വിട്ട് വെക്കാം. നടുവിൽ പിന്നെ എല്ലാ സൈഡിലേക്കും ആവുമല്ലോ. അപ്പോൾ നടുവിൽ ഇതാക്കിയിട്ട് നടുവിൽ ആ 3 കോഴിമുട്ടയും ഒഴിച്ച് കഴിഞ്ഞിട്ട് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ ഡയമണ്ട് ലൈഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡയമണ്ട് ലൈഫ് ചെയ്തപ്പോൾ നമ്മൾ അതിൽ വൈകുന്നേരത്തെ ചായക്ക് കാരണം ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി 2-3 ആൾക്കാർ ചോദിച്ചുകൊണ്ടിട്ടാണ് മാത്രമാണ് നമ്മളിതിലേക്ക് നമ്മൾ റെസിപ്പി ആയിട്ട് നമ്മൾ എടുത്തു തന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നല്ല ഇളക്കിയതിന് ശേഷം നമ്മളിത് ഉപ്പാണ് നമ്മൾ ഇടുന്നത്. ആവശ്യത്തിന് ഉപ്പ് കൂടുതലൊന്നും ആവട്ടെ കേട്ടോ. നമ്മൾ പഞ്ചസാരക്ക് കൂടുതലേക്ക് ഇടൂല, അതേപോലെ കൂടുതലൊന്നും വേണ്ട, ഒരു പാകത്തിന് ഇട്ടാൽ മതി കേട്ടോ. ഉപ്പിട്ട് പിന്നെ പാകത്തിന് പെപ്പർ ഇടുകയാണ്, കുരുമുളക് പൊടി ഇടുകയാണ്. കുരുമുളക് പൊടി നിങ്ങൾക്ക് ആവശ്യത്തിന്, നല്ല എരിവാണെങ്കിൽ നല്ല കോഴിമുട്ടയും കുരുമുളകൊക്കെ ആകുമ്പോൾ നല്ല കോമ്പറ്റീഷനാണല്ലോ. അപ്പോൾ നല്ലപോലെ കുരുമുളക് ഇടുക. ഞാൻ കുറച്ചധികം എരിവ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും ഇടുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം എല്ലാം. പിന്നെ കോഴിമുട്ടൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ലോണം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ പച്ചക്കറി നിങ്ങൾക്ക് ക്യാരറ്റ്, ക്യാപ്സിക്കോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിൽ ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇവിടെ പച്ചക്കറി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ, ക്യാരറ്റും ക്യാപ്സിക്കോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഉള്ളത് കൊണ്ടിട്ട് ഞാൻ കോഴിമുട്ട മാത്രമായിരുന്നു ഉള്ളത്. അപ്പോൾ ഉള്ളത് കൊണ്ടിട്ട് മാത്രം ഞാൻ ഇതിലേക്ക് ചേർത്താൽ മതി. പിന്നെ ഒരു ദിവസം ഞാൻ ക്യാരറ്റൊക്കെ ഇട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇതന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിലോട്ട് നമ്മൾ മധുരത്തിൽ മാത്രമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എരിവിലും ആക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്താക്കുക, ഒരു പാത്രത്തിലേക്ക് സേവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടെ നമ്മൾ ഫുഡിൻ്റെയൊക്കെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് നല്ല ഫീഡ്ബാക്കാണ് അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കമൻറ്റ് എന്തായാലും ചെയ്യുക. അപ്പോൾ ഫൈനൽ എങ്ങനെയാണ് കാണുന്നത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.